വാടക തർക്കത്തെ തുടർന്ന് കെട്ടിടമുടമകൾ വീട് ഇടിച്ചു നിരത്തി. വാടകക്കാർ പോലീസ് സ്റ്റേഷനിൽ പരാതിക്കായി എത്തിയ സമയം ഉടമകൾ കെട്ടിടം ഇടിച്ചു നിരത്തുകയായിരുന്നു. കൊല്ലം ചിതറയിലാണ് കെട്ടിടം ഒഴിഞ്ഞുകൊടുക്കാത്തതിൽ പ്രകോപിതരായ അൻവറും ദിൽവറും ചേർന്ന് ഇവരുടെ വാടക കെട്ടിടം തകർത്തത്. മാത്രമേ ഉള്ളൂ, ഒരു ഉടുതുണി പോലുമില്ല. ഞങ്ങൾക്ക് നീതി കിട്ടണം. നമുക്ക് കിണറില്ല, കക്കൂസില്ല, എല്ലാം വെട്ടി നശിപ്പിച്ചു. ഞങ്ങൾക്കൊരു ഉടുതുണിയില്ല. കഞ്ഞി വെച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയതാ. പോലീസ് വിളിച്ചുകൊണ്ട് പോയതാ. കഞ്ഞി കുടിക്കാൻ പോലും വിട്ടില്ല, വരാൻ പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുക. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പുറത്തിറക്കുന്നില്ല. ഞങ്ങൾ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഇടിച്ചു കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഇടിഞ്ഞു കിടക്കുന്നു മൊത്തം. ഒരു ഉടുതുണി പോലും ഇല്ല. കട്ടിലെ അലമാരി സകലതും പോയി. ഇനി എന്ത് ചെയ്യണം നിങ്ങൾ? വാർത്തയുടെ വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, എന്താണ് സംഭവിച്ചത്? KP തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. കൊല്ലം ചിതറയിലാണ് 8 വർഷമായി ഈ വാടക വീട്ടിൽ ജീവിച്ചു വരികയായിരുന്നു അബ്ദുൾ വാഹിദും ഭാര്യ സുഹറ ബീവിയും. ഇവരിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് ഇവർ താമസിച്ചിരുന്ന വീട് ഇടിച്ചു നിർത്തിയത്. ഇതിന് വാടക തർക്കമുണ്ടായിരുന്നു. അതായത് 8 വർഷം മുമ്പ് ഈ ഇടിച്ചു നിരത്തിയവരുടെ പിതാവാണ് ഇവർക്ക് വാടകയ്ക്ക് നൽകിയിരുന്നത്. അതിനുശേഷം ഈ മക്കൾ വാടക കൂട്ടി ചോദിക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇങ്ങനൊരു തർക്കമുണ്ടാകുന്നത്. വാടക കൂട്ടിക്കൊടുക്കാൻ തയ്യാറല്ല എന്ന് ഈ കുടുംബം അറിയിക്കുന്നു. തുടർന്ന് ഈ ഉടമകൾ കോടതിയെ സമീപിക്കുന്നു. കോടതി ഒഴിപ്പിക്കാനുള്ള ഉത്തരവൊക്കെ നൽകിയെങ്കിലും അതിനുശേഷം ഈ വീട്ടിൽ താമസിക്കുന്നവരൊക്കെ പിന്നീട് അത് സ്റ്റേ വാങ്ങുകയും കോടതിയുടെ പരിഗണനയിലാണ് ഈ ഒരു കേസ് ഇരിക്കുന്നത്. ഈ സമയത്താണ് പോലീസ് ഇവരെ വിളിപ്പിക്കുന്നത്. സ്റ്റേഷനിലേക്ക് ഈ ഭാര്യയെയും അതോടൊപ്പം തന്നെ അബ്ദുൾ വാഹിനെ വിളിപ്പിച്ചു. എന്നിട്ട് അവിടെ ഇരുത്തി ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇവരാരും അറിയാതെ ഈ വീട് ഇടിച്ചു നിർത്തുന്നത്. ഈ വീട് ഇടിച്ചു നിർത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഇടിച്ച് നിരത്തിയിട്ടുണ്ട്. അതിന് പിന്നിലുണ്ടായിരുന്നത് ഈ ഉടമയായിട്ടുള്ള അൻവറും ദിൽവറുമാണ് എന്നാണ് വിവരം. ഈ സമയത്ത് പോലീസ് ഇതൊന്നും അറിഞ്ഞില്ല എന്ന മട്ടാണ് കാണിച്ചത്. അതേസമയം തന്നെ ഈ താമസിച്ചിരുന്ന വീട്ടുകാർക്ക് പോലീസിനെയും സംശയമുണ്ട്. കാരണം പോലീസിൻ്റെയും കൂടെ ഒത്താശയോടുകൂടിയാണോ ഈ വീട് ഇടിച്ചു നിരത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ വീട് ഇടിച്ചു നിരത്തിയത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ ഉടമകൾ തന്നെയാണ്. ഇത്തരത്തിലൊരു വാടക തർക്കമാണ് ഒരാളുടെ താമസ സ്ഥലം പോലും, അതായത് വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലം പോലും ഇടിച്ച് നിരത്തി കളഞ്ഞത്. കുറച്ച് മാസമായി ഈ വാടക കൊടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ഈ കൂട്ടി ചോദിച്ചതിലാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അവർ ഇത്രയും വർഷം താമസിച്ചിരുന്ന ഒരു വീടാണ് ഒരു മുന്നറിയിപ്പും കൂടാതെ ഇടിച്ച് നിരത്തി കളഞ്ഞത്. ആ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തി. പക്ഷെ അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അതായത് പോലീസിന്റെ ഒത്താശ അല്ലെങ്കിൽ ഒരു മൗനാനുവാദം ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായും ബലപ്പെടുന്നുണ്ട്. ഒപ്പം ഈ കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസ് കൂടിയാണ്, ആ ഒരു കെട്ടിടമാണ്. അത് ഇടിച്ചു നിരത്തിയതിൽ അല്ലെങ്കിൽ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രാഥമികമായി പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. മറ്റ് നടപടിയിലേക്ക് കടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പോലീസിൻ്റെ ഒരു മൗനാനുവാദം ഇതിനു പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇവരെ രണ്ടുപേരെയും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് അവിടെ നിന്നും വിട്ടില്ലായിരുന്നു. ഈ സമയത്താണ് ഉടമകൾ ചേർന്ന ഈ കെട്ടിടം ഇടിച്ച് നിരത്തിയത്. ഇവർ താമസിച്ച് വന്നിരുന്ന, ഏറെ വർഷക്കാലമായി താമസിച്ച് വന്നിരുന്ന ഒരു കെട്ടിടമാണത്. അതിൻ്റെ ആ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാകും. സ്വാഭാവികമായും ഇത്രയും കാലം അവിടെ ജീവിച്ചിരുന്ന അവരുടെ വസ്ത്രങ്ങൾ പോലും എടുത്തു മാറ്റുവാൻ, അല്ലെങ്കിൽ അവർ കഴിച്ചിരുന്ന ആ ഒരു പാത്രങ്ങൾ പോലും അവിടെ നിന്ന് മാറ്റുവാനുള്ള ഒരു സാവകാശം ഇല്ലായിരുന്നു. ഇടിച്ച് നിർത്തുകയായിരുന്നു. അപ്പോൾ ഉടമകളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞതാണ്, പക്ഷേ ഇവർ ഒഴിഞ്ഞു പോയില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളിലേക്ക് കടക്കും. അത് കൃത്യമായും നിയമപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സഹായകരമാകുന്ന രീതിയിലാവണം. അതായത് നാട്ടുകാരൊക്കെ ചേർന്നുകൊണ്ട് ഈ വീട്ടിൽ താമസിച്ചിരുന്ന സുഹ്റ ബീവിക്കും അബ്ദുൾ വാഹിദിനും വേണ്ടി ഈ ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നീതി ലഭിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. മനുഷ്യത്വരഹിതമായ ഒരു ഇടപെടലാണ്, ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. മനോജാണ് കൊല്ലത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.